ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എത്തി. റിസൾട്ട് വന്നപ്പോൾ പലർക്കും വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ടാകും. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് അല്ലേ, ചിലപ്പോൾ നമുക്ക് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും റിസൾട്ട് വന്നല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരിക്കും. ഏതായാലും നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും എങ്ങനെയാണ് ഈ റിസൾട്ട് എടുക്കുക എന്ന് അറിയാമായിരിക്കും അല്ലേ. പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്, ഗൂഗിളിൽ നിങ്ങൾ കേട്ടറ്റ് റിസൾട്ട് എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ഈ വെബ്സൈറ്റ് കാണാം. ഇവിടെ കണ്ടോ, ഡിസംബർ 2025. ഇവിടെ ക്ലിക്ക് ചേർന്ന് കൊടുത്താൽ തന്നെ നമുക്ക് നേരെ ഫസ്റ്റ് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ കാറ്റഗറി 1 ആണെങ്കിൽ 1, 2 ആണ്, 2, 3 അങ്ങനെ കാറ്റഗറി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ, അപ്പോൾ നമ്മൾ നേരത്തെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും ആ രജിസ്റ്റർ നമ്പർ, കൂടാതെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കാര്യങ്ങൾ കൊടുത്താൽ നമ്മുടെ റിസൾട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു കേട്ടറ്റ് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനി അടുത്ത LP UP എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യാം. ആരും എന്ത് ചെയ്യണ്ട, നമ്മുടെ പഠനം അല്ലേ നിർത്തരുത്. നമുക്ക് കുറച്ച് സമയം ഉണ്ടല്ലോ, കാരണം അത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിക്കുന്ന ആ ഒരു എന്താ പറയുക മണ്ടത്തരം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾക്ക് മുമ്പിലുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മളൊരു റാങ്ക് ലിസ്റ്റിലൊക്കെ വരണമെങ്കിൽ നന്നായിട്ട് പരിശ്രമിക്കുക. അതിൽ ഏറ്റവും സ്മാർട്ടറായിട്ടുള്ള, ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്ത് എക്സാമിന് റിസൾട്ട് ലഭിച്ച ഏറ്റവും ടോപ്പുള്ള ആളുകൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ പ്രത്യേകം തയ്യാറെടുപ്പ് നടത്തണം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം നമുക്ക് മുമ്പിൽ നിർണായകമാണ്. അതുപോലെ മറ്റൊരു വിഭാഗം ആളുകൾ നമുക്കറിയാം അല്ലേ, 2 or 3 മാർക്കിന് പരാജയപ്പെട്ടു. റിസൾട്ട് വന്നപ്പോൾ നോക്കില്ലേ, 2 or 3 മാർക്കിനാണ് ഞങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടത്. അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് കുറച്ചുകൂടി ശ്രമിച്ചിരുന്നതിൽ കിട്ടിയിരുന്നേനെ എന്നുള്ള വിഭാഗക്കാരും കൂടി പറയാനുള്ളത്, നമുക്ക് മുമ്പിലുള്ള ഇനി ഒരൊറ്റ കേട്ടറ്റ് എക്സാമിന് LP UPക്ക് മുമ്പുള്ളത്, ആ ഒരൊറ്റ കേട്ടറ്റ് എക്സാം നമുക്ക് മുമ്പിലുള്ള അവസാനത്തെ ശ്രമമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഇന്ന് മുതൽ നമ്മുടെ നിലവിലുള്ള ആ ഒരു റിസൾട്ട് നമ്മൾ നിരാശരാവേണ്ടതല്ല. നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി അല്ലേ വേണ്ടത് മാത്രം പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പഠനം കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. എജുബിൾസ് ലേണിംഗ് ആ രീതിയിലാണ് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് അല്ലേ അവർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരം ആളുകൾ നിരാശരാവേണ്ട. നമ്മുടെ നെക്സ്റ്റ് കേട്ടറ്റ് എക്സാമിനേക്കുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ എക്സാമിന് എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മൾ എത്രത്തോളം സിലബസിൻ്റെ എത്ര ഭാഗം കവർ ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി, നമ്മൾ എക്സാമുകൾ എഴുതി അല്ലേ, ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ എഴുതുക, മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം ചെയ്യുന്ന അതിന് കൊടുക്കുന്ന സമയം തീർച്ചയായിട്ടും വലിയ ഇമ്പോർട്ടൻസ് ഈ ഒരു പരീക്ഷയുടെ പരിശീലനത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നു, അവരല്ലേ നോട്ടുകൾ റെഫർ ചെയ്യുന്നു, കൂടാതെ ഒരുപാട് സമയം നമ്മൾ ഇതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും അടുത്ത കേട്ടറ്റ് എക്സാം നമുക്ക് തന്നെ നേടിയെടുക്കാം. നമുക്ക് LP UP എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർ, അതുപോലെ സർവീസിലുള്ള അധ്യാപകരുണ്ടാവും, അവരോടും അല്ലേ അടുത്ത 2027 നമുക്ക് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ നമ്മളത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് മുമ്പിലുള്ള വലിയൊരു കടമ്പയായിരുന്നു. ഈ എക്സാമിൽ പലരും അല്ലേ ഈ എക്സാമിലും അതുപോലെ തന്നെ സ്പെഷ്യൽ എക്സാമിലൊക്കെ അതിലൊക്കെ പരീക്ഷ എഴുതിയവരുണ്ട്. സോ നിങ്ങൾക്ക് ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പഠനത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചിട്ടുള്ളത്, കോഴ്സ് എടുത്ത് നമുക്ക് എത്ര സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു പുനർവിചിന്തനം നടത്തുക. എന്നിട്ട് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും നമ്മൾ അല്ലേ സിലബസ് ഒക്കെ കാണുമ്പോൾ വലിയ ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ഇതിനൊരു പ്രത്യേക ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിലൂടെ പഠിച്ചാൽ ഉറപ്പായിട്ടും കേട്ടറ്റ് എക്സാം വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കാതെ കിട്ടുമെന്നല്ല, നമുക്ക് ഇല്ലേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. സോ വിജയിച്ച എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പല വിദ്യാർത്ഥികളും നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അവരൊക്കെ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ കട്ട് ഓഫ് ഒക്കെ പറയും 90 മാർക്ക്, 82 മാർക്കൊക്കെ അല്ലേ, നമ്മൾ ചില ആളുകൾക്ക് 75 മാർക്ക് മതി. പക്ഷേ കട്ട് ഓഫിനേക്കാൾ
ബഹുദൂരം മുന്നിലായ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇനിയുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, നമ്മൾ ജയിച്ചവർ LP UP എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കേട്ടിട്ട് ഇനിയും അല്ലെ ക്ലിയർ ചെയ്യാൻ പറ്റാത്തവർ നിരാശപ്പെടേണ്ടതില്ല. ശ്രമിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയിലൂടെ നമ്മളെ വിദ്യാർത്ഥികളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയ ശേഷം പഠനം നടത്തുക. സോ നമുക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റൂ. താങ്ക് യു.